വൈറ്റമിൻ D3 കാര്യം പറഞ്ഞു, അതും മെന്റൽ ഹെൽത്തുമായിട്ട് എന്തെങ്കിലും റിലേഷൻ? അയ്യോ, പനിക്ക് പാരസെറ്റമോൾ എന്ന പോലെ മെന്റൽ ഹെൽത്തിന് വൈറ്റമിൻ D3 എന്ന് പറയും. അത്രയ്ക്കും അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരസെറ്റമോളിന് പകരം ഇപ്പോൾ കോമ്പൻസേറ്ററി വന്നിട്ടുണ്ട്, ഇതിനങ്ങനെ ഇല്ല. നമ്മൾ ചെയ്തൊരു സ്റ്റഡി ആയിരുന്നു, ഡേറ്റ. എത്ര പേർക്ക് വൈറ്റമിൻ D3, ഈവൻ ടീച്ചേഴ്സിന്. നമ്മളുടെയൊക്കെ പ്രശ്നം, നമുക്ക് പല്ലുവേദന വന്നാൽ മാത്രമേ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോവുള്ളൂ, നമ്മൾക്ക് വയറുവേദന വന്നാൽ മാത്രമേ വയറിനെ കുറിച്ച് ചിന്തിക്കത്തുള്ളൂ, നെഞ്ചിടിപ്പ് വന്നാൽ മാത്രം ഹാർട്ട് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുള്ളൂ. നേരെ മറിച്ചിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് എടുക്കുമ്പോൾ ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്ന പോലെ തന്നെ എല്ലാ മാസവും ഒരു അമ്മയ്ക്കും അപ്പനും കൃത്യമായിട്ട് എല്ലാം മാറ്റി വെച്ച് ബോഡി ചെക്കപ്പിന് കൊണ്ടുപോകണം എന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസോ നമുക്ക് ഫ്രീ വല്ലതും തരണം നമ്മൾ പോകാൻ. ഒരു സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റോ അല്ലെങ്കിൽ കണ്ണിസ്റ്റോ എല്ലാവരും വന്നിട്ട്, അത് കളിയാക്കിയത് തന്നെയാ, ഇവരൊക്കെ വന്നിട്ട് ബ്രാൻഡ് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെ കേട്ടാലും അറിയാൻ പറ്റും, നേത്ര പരിശോധന ക്യാമ്പ്, പല്ല് പരിശോധന ക്യാമ്പ് ഇട്ട്. കുറ്റപ്പെടുത്തുന്നതല്ല, എല്ലാവർക്കും ജീവിക്കാനുള്ളത് കൊണ്ടുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് ആയിരിക്കും. എങ്കിലും നിയമപരമായിട്ട് അത് സ്കൂളിൽ അനുവദിക്കുന്നില്ല. ഇതേപോലെ തന്നെയുള്ള ക്യാമ്പുകൾ നിങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും മെൻ്റൽ ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ടോ? കുഞ്ഞിന് വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ? നമ്മുടെ ടീച്ചേഴ്സിന് അവരുടെ ഹോപ്പ്, പ്രതീക്ഷയെക്കുറിച്ച് നമുക്ക് അളക്കാവോ? ഒരാളിൻ്റെ വൈകാരിക ബുദ്ധി അളന്നാലേ അയാൾ ഫെയിലുവർ ആണോ സക്സസ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു കുട്ടിയുടെ EI അളക്കുന്നതിന് ഒരു സ്കൂളിലെ ടീച്ചർ മിനിമം യോഗ്യത മതി.